എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും റോസി വർഗീസ് കിച്ചൻ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാനൊരു ചേമ്പിൻ്റെ തണ്ട്, താളെന്ന് പറയും, അത് കണ്ടിച്ചേമ്പിൻ്റെ താളാണ് കേട്ടോ. അത് ഒരു താളാണത്, നല്ല വലിയ താളായിരുന്നു. 4 പീസാക്കിയേക്കണതാണ്. അത് അതിൻ്റെ തൊലി എല്ലാവർക്കും കളയാൻ അറിയായിരിക്കും. ഇതുപോലെ പൊളിച്ചെടുത്താൽ മതി. ഞാൻ ചേമ്പിൻ്റെ തണ്ട് താള് ഇതുപോലെയാണ് അരിഞ്ഞെടുത്തേക്കണത്. ഒരു തണ്ടാണ്, പക്ഷേ ഇത് വലിയ തണ്ടായതുകൊണ്ട് ഇത്രയും കഷ്ണമുണ്ട്. ഇത് വാടുമ്പോൾ കുറയുമല്ലോ. ഇത് തോരനാക്കാൻ വേണ്ടി ഞാൻ ഒരു ചീനച്ചട്ടിയാണ് വെച്ച് കൊടുത്തേക്കണേ. അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതേയും കണ്ട 2-3 മണി ഉലുവ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ മണവും ടേസ്റ്റും, അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്യുന്നത്. പിന്നെ എല്ലാവർക്കും ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതിൻ്റെ കൂടെ 1 ടീസ്പൂണ് കടുക്, കടുക് പൊട്ടിയിട്ടുണ്ട്. ഉണക്കമുളക് അരിഞ്ഞതാണ് ചേർക്കുന്നത്. ഇത്രയും വെളുത്തുള്ളി, ഒരു 3-4 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് അത് ചേർക്കുന്നത്. ഒരു സവോള പൊടിയായിട്ട് എരിഞ്ഞേക്കുന്നത്, ഒരു 3 പച്ചമുളക്, നല്ല വലിപ്പമുള്ള പച്ചമുളകാണ്, അത് പൊടിയായിട്ട് എരിഞ്ഞത്. വേപ്പിൻ്റെ ഇല എന്നരിഞ്ഞതാണ്. എല്ലാം കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. സവോള മൊരിയേണ്ട ആവശ്യമില്ല. ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. സവോള ഒന്ന് വാടേണ്ട ആവശ്യമില്ല കേട്ടോ, ഒന്ന് വാടിയ. സവോള ചെറുതായിട്ട് വാടിയിട്ടുണ്ട്. ഞാൻ ഇതിനകത്തേക്ക് ഇത്രയും മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒന്നും ഇടണില്ല, പച്ചമുളകിൻ്റെ എരിവ് മാത്രമാണ്. മഞ്ഞൾപ്പൊടിയുടെ പച്ചച്ചുവ മാറിയിട്ടുണ്ട്. അത് ഞാൻ ഈ താള് ചേമ്പിൻ്റെ തണ്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കഴുകി വൃത്തിയാക്കിയതാണ് കേട്ടോ. അരിയുന്നതിന് മുമ്പാണ് കഴുകി വൃത്തിയാക്കിയത്. ചേമ്പിൻ്റെ തണ്ട് ചേമ്പിൻ്റെ താളാണല്ലോ, പക്ഷേ ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ, എല്ലാവരും ഉണ്ടാക്കുക. ഞാൻ ഇതിനകത്തേക്ക് ഒരു ചെറിയ മുറി തേങ്ങത്തേക്ക് ഇട്ട് കൊടുക്കാം. ചേമ്പിൻ്റെ താളാന്ന് വിചാരിച്ചാൽ ആരും ഈസിയാക്കണ്ട, ടേസ്റ്റാണ്, എല്ലാവരും ഉണ്ടാക്കാം. ഞാനിതൊന്ന് മൂടി വയ്ക്കാം കേട്ടോ. വേവാറായിട്ടുണ്ട് കേട്ടോ. ഞാനിത് 2-3 പ്രാവശ്യം ഇളക്കി കൊടുക്കും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കും. പെട്ടെന്നുണ്ടാക്കാവുന്ന കറിയാണ്, വലിയ ചിലവില്ലാത്തതും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കുന്നതല്ലേ. എല്ലാവരും ഉണ്ടാക്കി നോക്കാം, അഭിപ്രായങ്ങൾ അറിയിക്കുക. എനിക്ക് ലൈക്ക് ചെയ്ത് കാണാനുള്ള മനസ്സ് കാണിക്കണേ. ഞാൻ ഈ റെസിപ്പികൾ ഇപ്പോൾ കുറവാണ് കേട്ടോ ഞാനിട്ടത്. ഞാൻ ഒരുപാട് ഷോർട്സ് വീഡിയോസ്, അലങ്കാരപ്പണികൾ,
ഒരുപാട് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ അതും കൂടി ഒന്ന് കാണാനും ലൈക്ക് ചെയ്ത് കാണാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കാണാനുള്ള മനസ്സ് നൽകണേ. താള് തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി കറിയാണ്. പച്ചമുളകിൻ്റെ മാത്രം എരിവുണ്ട്, ആവശ്യത്തിന് എരിവുണ്ട്, മുളക് പൊടിയുടെ ആവശ്യമില്ല. അതുകൊണ്ട അടിപൊളി കറിയാണ്, നല്ലോണം വെന്തിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഉണ്ടാക്കിയിട്ട് എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുമ്പോൾ എല്ലാവർക്കും നന്ദി. എൻ്റെ അലങ്കാരപ്പണികളും ഷോർട്സുകളൊക്കെ നിങ്ങൾ കാണാൻ ശ്രമിക്കണേ. കാണുന്നവർ ലൈക്ക് ചെയ്ത് കാണാനുള്ള മനസ്സ് കാണിക്കണേ.